വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പുരസ്കാരത്തിൽ രാഷ്ട്രപതി ഇടപെട്ടിരിക്കുന്നു. കാശു കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് ഈ പത്മഭൂഷൺ എന്നും എന്റെ പട്ടിക്ക് പോലും വേണ്ട ഈ പത്മ പുരസ്കാരം എന്നും പറഞ്ഞ ഒരേ ഒരാൾ മാത്രമേ ഈ രാജ്യത്തുണ്ടാകും. അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ്. അദ്ദേഹത്തിന് തന്നെ കേന്ദ്രം ആ പുരസ്കാരം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതുവരെ ഈ രാജ്യം ഈ പുരസ്കാരം നൽകി ആദരിച്ച കൂട്ടത്തിൽ മഹാരഥന്മാരല്ലാതെ ഒരു ക്രിമിനലും ഒരു കുത്തിത്തിരിപ്പ് വ്യക്തിയും ഉണ്ടായിട്ടില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ആ പുരസ്കാരം ലഭിച്ചതോടെ ഈ പുരസ്കാരത്തിന് തന്നെ കളങ്കം വന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ രാജ്യത്ത് തലയടിക്കുന്നത്. അതുകൊണ്ട് പ്രഖ്യാപിച്ച പുരസ്കാരം വെള്ളാപ്പള്ളിക്ക് കൊടുക്കണമോ എന്ന കാര്യത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ നൽകിയ പരാതിയിൽ ഇടപെട്ട് പ്രധാന തീരുമാനം കൈക്കൊള്ളാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി. പരാതി രാഷ്ട്രപതിയുടെ ഓഫീസ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു. പരാതി പരിശോധിച്ച് മേൽനടപടികൾ കൈക്കൊള്ളാൻ വകുപ്പിന് പ്രത്യേക നിർദ്ദേശം നൽകുകയും ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള അറിയിപ്പ് പരാതിക്കാരന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനമായും 2 കാരണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശന്റെ പുരസ്കാരത്തിന് തടസ്സമായി മാറുന്നത്. ഒന്ന്, മുൻപ് പത്മ പുരസ്കാരങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച ഒരു വ്യക്തിക്ക് അത്തരമൊരു ഉന്നത ബഹുമതി നൽകുന്നത് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. അതിന്റെ എല്ലാ തെളിവുകളും അടങ്ങുന്ന വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുകയാണ് ഇപ്പോഴും. അതുപോലെ 2, ഏകദേശം 120-ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഇദ്ദേഹം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ രാഷ്ട്രത്തിന്റെ ആദരം നൽകുന്നത് ഉചിതമല്ല എന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതിയിൽ വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകാനുള്ള തീരുമാനം അനീതിയാണെന്നും രാജ്യത്തിന്റെ എല്ലാ അന്തസ്സും തകർക്കുക അതാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന കമ്മിറ്റി മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പിൻവലിക്കണമെന്ന ആവശ്യവുമായി SNDPയുടെ സംരക്ഷണ സമിതിയും രംഗത്ത് വന്നിരിക്കുന്നു. അനേകം തട്ടിപ്പു കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് പുരസ്കാരം നൽകുന്നത് നിയമവിരുദ്ധമാണെന്നായിരുന്നു സമിതിയുടെ ആരോപണം. വെള്ളാപ്പള്ളിക്കെതിരെ വഞ്ചനാ കുറ്റം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റം ചുമത്തി കഴിഞ്ഞു. ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അദ്ദേഹം. പത്മഭൂഷൺ ജേതാവ് കൂടിയായ VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ തന്നെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതും പ്രധാനമാണ്. അതായത് പണം കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് പത്മഭൂഷൺ എന്ന് പരസ്യമായി പറഞ്ഞ ഒരാൾക്ക് അതേ പുരസ്കാരം നൽകുക എന്ന് പറഞ്ഞാൽ അത് പണം കൊടുത്ത് നേടിയത് എന്നാണ് അർത്ഥം. അതിലൊരു മാറ്റവുമില്ല. അതും ക്രിമിനലായ ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുത്താൽ കോടതിയെ സമീപിക്കുമെന്നും ഉറപ്പ് പറഞ്ഞതോടെ ഏറ്റവും ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ തന്നെയാണ് രാഷ്ട്രപതിയുടെ നിർദ്ദേശം എന്നാണ് അറിയുന്നത്.